കൂട്ടുകാരി ജാനകിയുടെയും അബിയുടെയും വീട് പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നിരഞ്ജന രണ്ടും കൽപ്പിച്ച് നമ്മുടെ അജയ്ക്കൊപ്പം താമസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ അജയും ഇപ്പോൾ വാശിയിൽ തന്നെയാണ്, താൻ നിരഞ്ജനയെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് താമസിപ്പിക്കും എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നിരഞ്ജനയുടെ അച്ഛൻ നമ്മുടെ ഉണ്ണിത്താനാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. എത്ര ദിവസത്തിനുള്ളിൽ നിന്റെ അജയുടെ വീട്ടിൽ നിന്നും ആരും വന്നില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വന്നില്ലെങ്കിൽ നിന്നെ വേറൊരാളെ കൊണ്ട് കെട്ടിക്കും എന്ന് നമ്മുടെ നിരഞ്ജന അച്ഛൻ ഇങ്ങനെ കടുപ്പിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജാനകി അമ്പലത്തിൽ വെച്ച് കാണുമ്പോൾ നമ്മുടെ ജാനകിയോട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് അജയ് മാത്രമായിരിക്കും, അജയുടെ പെണ്ണായിട്ട് മാത്രമേ ഈ ഒരു ജന്മത്തിൽ ഞാൻ ജീവിക്കുകയുള്ളൂ, അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയോട് പറഞ്ഞിട്ട് പോകുന്നൊരു രംഗം കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ജാനകി നമ്മുടെ അളകാപുരിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ അബിയോട് പറയുന്നുണ്ട്, അബിയേട്ടാ എങ്ങനെയെങ്കിലും പറഞ്ഞ് അച്ഛനെ ഒന്ന് സമ്മതിപ്പിക്കണം, അവരുടെ കല്യാണം ഉടനെ നടത്തണം, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു മകനെ പറ്റി ചോദിക്കുമ്പോൾ മകൻ മരിച്ചുപോയെന്ന് അച്ഛൻ പറയുന്നത് ഒരു മകനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അജയങ്ങാനും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ അവൻ നമ്മളായിട്ട് സഹകരിക്കില്ല, നമ്മൾക്ക് അവനെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അബി പറയുന്നുണ്ട്, ഞാൻ അച്ഛനുമായിട്ട് സംസാരിക്കാനില്ല, എനിക്കതിന് കഴിയില്ല, അച്ഛൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ എന്ന് നമ്മുടെ ജാനകിയോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അബി കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ജാനകി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജാനകിയെ കൊണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.